Friends, Tech Order Malayalam പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So guys, അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്. സോ അതിൽ എന്താണ് വൈഫൈ കോളിംഗ്, എന്തിനാണ് വൈഫൈ കോളിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഈ വീഡിയോനെ കാണാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വൈഫൈ കോൾ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൺ കോൾ ചെയ്യാനായിട്ട് പറ്റുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ എന്താണ് വൈഫൈ കോളിംഗ്, എന്തിനാണ് വൈഫൈ കോളിംഗ് എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇനി നമ്മൾ വൈഫൈ കോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വൈഫൈ കോളിംഗ് എന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു വൈഫൈ കോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിൽ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. സോ ഈ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെർച്ച് ബാറിൽ പോയിട്ട് സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം വൈഫൈ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. സോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സിമ്പിളായിട്ട് തന്നെ സംഭവം ഈ ഒരു സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. സോ ഓരോ ഫോണിനനുസരിക്കും ഈ ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടാവും എന്നുള്ളതിൽ. സോ മാക്സിമം നമ്മുടെ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് ഈ ഒരു സംഭവങ്ങളുടെ ഇടയിൽ മൊബൈൽ നെറ്റ്വർക്ക്സിൻ്റെ അല്ലെങ്കിൽ സിം കാർഡ്സിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ നിങ്ങളുടെ ഫോൺസിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻസിൻ്റെ ഉള്ളിലേക്ക് പോവാം. സോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ്മി നോട്ട് 7 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഫോണിൽ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എയർടെൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിം കാർഡ്സ് ലിസ്റ്റ് കാണിക്കും. ഡുവൽ സിം ഉണ്ടെങ്കിൽ 2 സിം കാണിക്കും. സോ ഇവിടെ എയർടെൽ എന്ന് പറഞ്ഞപ്പോൾ വൈഫൈ കോളിംഗ് കൊണ്ടുവന്നത് എയർടെൽ ജിയോ പോലുള്ള സിമ്മുകളാണ് നമുക്കറിയാൻ പറ്റും. സോ എയർടെൽ എന്ന് പറഞ്ഞ സിം ഉണ്ടെങ്കിൽ നമ്മുടെ എയർടെൽ എന്നുള്ള ആ ഒരു സിമ്മിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ യൂസ് വോൾട്ട്, അതേപോലെ തന്നെ താഴത്തായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും മേക്സ് കോൾ യൂസിങ് വൈഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റാറ്റസ് ബാറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വൈഫൈ കോളിംഗ് ചെയ്യാനായിട്ട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഫോക്കസ് ചെയ്താൽ ഓക്കെ. ഇവിടെ വൈഫൈ നമ്മളൊരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ വൈഫൈ കോളിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ, അതായത് വൈഫൈൻ്റെ ഒരു ഓപ്ഷൻ ഒരു ചിഹ്നം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കോളിൻ്റെ ഒരു റിസീവറിൻ്റെ ചിഹ്നം വൈഫൈൻ്റെ ചിഹ്നമായിട്ട് കമ്പൈൻ ചെയ്തിട്ടൊരു ചിഹ്നം ഉണ്ടാകും. സോ ആ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അർത്ഥമാണ്. അതിൻ്റെ ഒരു സൈനാണ് ഈ ഒരു ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാനായിട്ട് പറ്റുന്ന ഈ ഒരു സൈൻ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ സിമ്പിളായിട്ട് നമ്മളെ ഡയലർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോവാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് വിളിക്കുമ്പോൾ നമുക്കിവിടെ ഒന്നുകൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇന്ത്യ പറഞ്ഞിട്ട് തനിയെ നമ്മുടെ ഒരു വൈഫൈ കോളിങ്ങിൻ്റെ ഒരു ചിഹ്നം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സാധാരണ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോകണമെന്ന്. ഇങ്ങനെയാണ് നമ്മൾ വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫോൺ കോൾ ചെയ്യുക. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ വൈഫൈ കോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് കണ്ടുപിടിച്ച സാധനം എനേബിൾ ചെയ്ത ശേഷം നമ്മളൊരു ഡയലറിൽ വരിക. ഡയലറിൽ വന്നിട്ട് നമ്മൾ സാധാരണ ഫോൺ ചെയ്യുന്ന പോലെ ഫോൺ ചെയ്യുക. നമുക്ക് ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഒരു സാധനം നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവമില്ല. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സോ ഈ ഒരു ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. സോ ഇപ്പോൾ ഞാൻ ആ ഒരു വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. വൈഫൈൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈഫൈ കോളിങ്ങിൻ്റെ ചിഹ്നങ്ങളൊന്നും നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നില്ല. സോ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു വൈഫൈ കോളിങ്ങിൻ്റെ ഒരു വർക്കിംഗ് ഞാനിപ്പോൾ ഇവിടെ തന്നെ പറയാം. സോ നമ്മൾ ഒരു ഫോൺ കോൾ നമ്മൾ ഡെയിലി ഒരു ഫോൺ കോൾ നമ്മൾ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ഒരു ഫോൺ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾ ഫോൺ കോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നെറ്റ്വർക്കിൽ വളരെ നല്ലൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ ഒരു വൈഫൈ കോളിംഗ് നമുക്കൊരു യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന് നല്ല പ്രശ്നം വരികയാണെങ്കിൽ, നെറ്റ്വർക്ക് ഡ്രോപ്പുകൾ നമുക്ക് വരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോള് നമ്മൾ വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വൈഫൈയിലേക്ക് കണക്ട് ആവപ്പെടും. സോ നമ്മൾ ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കിൽ നമ്മൾ എന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ നമ്മുടെ ഫോണിലുണ്ടാകുന്ന നെറ്റ്വർക്ക് ഡ്രോപ്പുകൾ പരിഹരിക്കുക. ഈ വൈഫൈ കോളിംഗ് എന്നൊരു ഫെസിലിറ്റി പരിഹരിക്കുക. ഓക്കെ, സോ സംഭവം സിമ്പിളായിട്ടുള്ളൂ. ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ വല്ല പ്രശ്നം വരികയാണെങ്കിൽ, സിഗ്നലിൽ നമ്മുടെ റേഞ്ചിൽ വല്ല പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോൾ ഡ്രോപ്പ് ചെയ്യാതെ നേരെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യപ്പെടും. ആ ഒരു കോൾ വൈഫൈയിലൂടെ ആ ഒരു കോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വൈഫൈ കോളിങ്ങിൻ്റെ മെയിൻ ഫീച്ചർ. ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സോ നെറ്റ്വർക്കിൽ വല്ല പ്രശ്നം വരുമ്പോൾ വൈഫൈയിലേക്ക്
ഫോണിലേക്ക് കണക്ട് ആകപ്പെടും. നെറ്റ്വർക്ക് നല്ലൊരു നെറ്റ്വർക്ക് നമ്മുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോള് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് നെറ്റ്വർക്ക് ഡ്രോപ്പുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഈ ഒരു വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നെറ്റ്വർക്ക് ഡ്രോപ്പുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫോൺ കോൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മുഴുവനായി പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൾ ചെയ്യുക എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ വൈഫൈ കോളിംഗ് എന്നൊരു ഫീച്ചറിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു ടെക്നോളജി വീഡിയോ ഇടണം. അതുവരേക്കും ബൈ.